നിലമ്പൂരിൽ PV അൻവർ വിജയിച്ചത് ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നതുകൊണ്ടാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. താൻ ജയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി ലഭിച്ച വോട്ട് കൊണ്ടാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ നിലമ്പൂരുകാർ തള്ളിക്കളഞ്ഞതാണ്. ഒരാൾ പോലും അൻവറിന്റെ കൂടെ ഉണ്ടാകില്ലെന്നും സ്ഥാനാർത്ഥിയായി സ്വതന്ത്രൻ വേണോ പാർട്ടി അംഗം വേണോ എന്നുള്ളത് ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും VP അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ VP അനിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂരിൽ എന്താണ് സർക്കാർ പ്രധാനമായിട്ടും മുദ്രാവാക്യമായി? നിലമ്പൂരിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിക്കാത്ത ഒരു വികസന നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് ആ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ 2 തവണ അൻവറിൻ്റെ വ്യക്തിപരമായ മികവാണ് അവിടെ LDFനെ സഹായിച്ചതെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. വികസന പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിൽ അധികം വരാത്തതിൻ്റെ കാരണം അൻവറിനോട് ഇടതുപക്ഷത്തിൻ്റെ വിരോധമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ കാണുന്നത്? അതിൽ അൻവറിൻ്റെ നാവ് കൊണ്ട് തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ജയിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന് ഒരു വോട്ടുണ്ട്. അത് വികസനത്തിൻ്റെ വോട്ടാണ്. അദ്ദേഹത്തിനുള്ള വോട്ട് കൂടി ചേർന്നിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ള പൊതു അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജയം എന്നുള്ളതാണ് അയാൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അതിനുള്ള മറുപടി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടർ ആവോ? ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ആ കാര്യങ്ങൾ ജനങ്ങൾ അവിടെ തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് വലതുപക്ഷത്തോടൊപ്പം ഗൂഢാലോചന ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളന്നേ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ അവിടെ തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെപ്പോലും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ജനതയാണ് അവിടെ ഉള്ള ആളുകൾ. ആ ജനത തീർച്ചയായിട്ടും അവരെ വഞ്ചിച്ചിട്ടുള്ള ആൾക്കെതിരായിട്ട് പ്രതികരിക്കും. കൂടെ അവിടെ ആരും ഉണ്ടാവില്ല എന്നാണ്. അവിടെ ആരും ഉണ്ടാവില്ല, അത് യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ സ്വതന്ത്ര പരീക്ഷണം നിലമ്പൂർ തുടരാൻ സാധ്യതയുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, അതിൻ്റെ ഘടകങ്ങൾ, അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം ഏറ്റവും ഉചിതമായ ഒരാളെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും സ്വതന്ത്രനിലേക്കെത്തും, പാർട്ടി സ്ഥാനാർത്ഥിയിലേക്കെത്തും. അതിലേറ്റവും ഉചിതമായിട്ട് ആരാണോ അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ പാർട്ടി സംസ്ഥാന കേന്ദ്രം ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 2-ാം തീയതി നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ, അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം, ഇടതുപക്ഷ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF പങ്കുവയ്ക്കുന്നത്. PV അൻവർ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകില്ലെന്നും അവർ പറയുന്നു. മലപ്പുറത്തും CV അനുമോദ്, ന്യൂസ് 18. കണ്ണും കാതും നിലമ്പൂരിലേക്കാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇനി ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ കാത്താണ്.